School standard is school attention. School standard is school attention. School standard is school attention. പ്രാർത്ഥന അവതരിപ്പിക്കുന്നത് ജെനി വിൽസൺ. അക്ഷരമലരുകളർപ്പിച്ചു ഞങ്ങൾ ദൈവമേ നിൻ പാദം നമിക്കുന്നു. അക്ഷരമലരുകളർപ്പിച്ചു ഞങ്ങൾ ദൈവമേ നിൻ പാദം നമിക്കുന്നു. നാടിനു തുണയേകാൻ വീടിനു തണലേകാൻ, നാടിനു തുണയേകാൻ വീടിനു തണലേകാൻ, നന്മ നിറഞ്ഞവരാകാൻ എന്നും നല്ലവരാകാൻ കൃപയേകണേ. അക്ഷരമലരുകളർപ്പിച്ചു ഞങ്ങൾ ദൈവമേ നിൻ പാദം നമിക്കുന്നു. അക്ഷരമലരുകളർപ്പിച്ചു ഞങ്ങൾ ദൈവമേ നിൻ പാദം നമിക്കുന്നു. പ്രതിജ്ഞ അവതരിപ്പിക്കുന്നത് നവനീത്. ഗുഡ് മോർണിംഗ്. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. അതിന്റെ സമ്പൂർണവും വൈവിധ്യപൂർണവുമായ പരമ്പരാഗത സമ്പത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്നു. ഞാൻ എന്റെ രാജ്യത്തിന്റെയും എന്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കുന്നു. സ്കൂൾ സ്റ്റാൻഡേർഡ് ഈസ് ഇന്നത്തെ ചിന്താ വിഷയം അവതരിപ്പിക്കുന്നത് ഹാസിൻ. വിദ്യാലയം ഓരോ വീടും ഓരോ വിദ്യാലയമാണ്. മാതാപിതാക്കൾ അധ്യാപകരും. നന്ദി. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാറെ ഞാൻ ക്ഷണിക്കുന്നു. Dear students, teachers, parents, non-teaching staff, and our dear well-wishers, good morning to you all. Today, the 1st of June, the new academic year begins. But this time, as you all know, there is a difference. COVID 2019 has made us to remain in lockdown. Nevertheless, as you know, the life has to go forward. Not only the school, so many other institutions and business shops
and the like cannot remain closed forever. As per the government directions, let us give social distancing and remain under lockdown till there is another instructions from the authorities. I take this opportunity to dedicate a silent prayer on behalf of you all, just in mind, so that you can join me to dedicate our prayer to those dear ones who left us due to this virus attack. Dear students, I want you to know the importance of, not only the importance, the responsibility of being indoors, so that we can fight this virus out and open our school as early as possible. I wish and pray we will be able to do this, not with much delay, but as soon as possible. As you all know, 1st of June always we celebrate with a opening ceremony and usually a lot of colors and sweets and the like. Well, there is always a difference, and this difference, I say, is for a better world. We will all get together, join together. Whatever we lost, we will definitely come out of this difficult time. My dear students, God bless you all. Dear parents, please give them guidance and support at home. Our HM, Ms. Bindu, will be talking to you, giving you all instructions. Please adhere. Please, listen to those instructions and do accordingly, so that the children will not be wasting their time. Once again, I wish you all the best. Hope and pray that they will come out of this difficult soon. God bless you all. ആശംസകൾ അർപ്പിക്കുന്നതിനായി ട്രസ്റ്റി മാം സുജാത മാമിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണല്ലോ. ഈ സാഹചര്യത്തിൽ എല്ലാവരും നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഓൺലൈൻ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യണം. എത്രയും വേഗം സ്കൂൾ തുറക്കാൻ സാധിക്കട്ടെ. നല്ലൊരു അധ്യയന വർഷം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ആശംസകൾ അർപ്പിക്കുന്നതിനായി ഞാൻ HM ബിന്ദു മിസ്സിനെ ക്ഷണിക്കുന്നു. പ്രിയ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, അധ്യാപകരെ, ഏറ്റവും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സ്കൂൾ പ്രവേശനം ഇന്നിപ്പോൾ തുടങ്ങുന്നത്. ഇങ്ങനെയൊക്കെ ആയിരുന്നാലും ഈ ഒരു സാഹചര്യത്തിലും നിങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നു. ഇന്ന് മുതൽ റെഗുലറായിട്ടുള്ള നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഇന്നത്തെ ചിന്താവിഷയത്തിൽ ദീർഘദർശിയായി നമ്മുടെ മഹാത്മജി പറഞ്ഞത് ഏറ്റവും അർത്ഥവത്തായിരിക്കുകയാണ്. വീട് വിദ്യാലയമാകുന്ന കാലഘട്ടം. അധ്യാപകരെ പോലെ തന്നെ രക്ഷിതാക്കൾക്കും അതിൻ്റെ ഒരു പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. പൂർണ്ണമായ സഹകരണം രക്ഷിതാക്കളിൽ നിന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഏറ്റവും ഫലപ്രദമാക്കാൻ കഴിയൂ. ടീച്ചേഴ്സ് തരുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കുക. ഓൺലൈൻ ക്ലാസ്സുകളാണെങ്കിൽ പോലും അവർ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും അസൈൻമെൻറ്റുകളെ കുറിച്ചുമൊക്കെ പറയുന്ന കാര്യങ്ങൾ രക്ഷിതാക്കൾ കൂടി സഹകരിച്ച് കുട്ടികളെ അത് പൂർത്തീകരിക്കാൻ ഏറ്റവും അധികം സഹായിക്കണം. നമ്മുടെ അധ്യയന വർഷം യഥാർത്ഥത്തിൽ സ്കൂൾ തുറക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇതിനോടനുബന്ധിച്ച് പഠനേതര പ്രവർത്തനങ്ങളും ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ ഒരു ലോക്ക്ഡൗൺ സാഹചര്യമാണെങ്കിൽ പോലും ഓർഗനൈസ് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ കൃത്യമായ സമയങ്ങളിൽ നിങ്ങൾ
ടീച്ചേഴ്സ് നിർദ്ദേശം തരും. അതെല്ലാം കൃത്യമായി ചെയ്യുക, റെഗുലർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. എന്തെങ്കിലും അതിന് സാങ്കേതിക തടസ്സമുണ്ടെങ്കിൽ രക്ഷിതാക്കൾ അതാത് ടീച്ചേഴ്സിനെ അറിയിക്കണം, അല്ലെങ്കിൽ സ്കൂൾ ഓഫീസിൽ അറിയിക്കണം. എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും സ്കൂൾ ഓഫീസ് തുറന്നിട്ടുണ്ടാകും. നിങ്ങളുടെ ഏതൊരു സംശയങ്ങൾക്കും എന്ത് കാര്യത്തിനും സ്കൂളിനെ സമീപിക്കാവുന്നതാണ്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട്, ആരോഗ്യ പരിരക്ഷണത്തിൻ്റെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സ്കൂൾ ഓഫീസിലേക്ക് വരാം. ഈ വർഷവും നല്ല ഒരു പ്രവൃത്തി വർഷമാവട്ടെ എന്നും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഏവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. പതിവ് പോലെ തന്നെ നമ്മുടെ വിദ്യാവികാസ് ഫാമിലിയിലേക്ക് പുതിയ അംഗങ്ങൾ ഉണ്ട്. LKG ക്ലാസ്സിലും മറ്റു ക്ലാസ്സുകളിലേക്കുമൊക്കെ പ്രവേശനം നേടിയിട്ടുള്ള ആ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഞാൻ നമ്മുടെ വിദ്യാലയത്തിൻ്റെ പേരിൽ ഏറ്റവും സ്നേഹപൂർവ്വം ഈ പുതിയ അധ്യയന വർഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ല ഒരു അധ്യയന വർഷം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. എത്രയും വേഗം നേരിൽ കാണാനും ക്ലാസ്സുകളൊക്കെ പഴയ പോലെ ഏറ്റവും പതിവ് പോലെ തന്നെ ആയി തീരാനും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഏതൊരു പ്രതിസന്ധിയെയും നമ്മുടെ പ്രാർത്ഥന കൊണ്ടും വിവേകം കൊണ്ടും നമ്മുടെ പ്രവർത്തനം കൊണ്ടും അനുകൂലമാക്കി മാറ്റി വിജയത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാ വിജയാശംസകളും നേരുന്നു. പമ്പാവസ് ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. സ്കൂൾ സ്റ്റാൻഡേർഡ് ടീംസ്, സ്കൂൾ അറ്റൻഷൻ, സ്കൂൾ അസംബ്ലി ഡിസ്പസ്.